ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം, അതിൻ്റെ മാഹാത്മ്യം, പത്മപുരാണത്തിലെ മാഹാത്മ്യം 6-ാമത്തെ അധ്യായം 9-ാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറയണു. 29 ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി 30-ാമത്തെ ശ്ലോകം തൊട്ട് പറയണം. അതിൽ 27-ാമത്തെ ശ്ലോകവും 30-ാമത്തെയും 31-ാമത്തെയും 33-ാമത്തെയും ശ്ലോകവും കൂട്ടപ്രാർത്ഥനയ്ക്ക് എടുക്കുന്ന മന്ത്രങ്ങളാണ്. ഓം സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം സമുദ്ധര ഭവാന്മവാത്. 30-ാമത്തെ ശ്ലോകം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്തിർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫല സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ഏവം ദീനവച പ്രോക്ത്വാ വക്താരം ചാഥ പൂജയേത് സംഭൂഷ്യ വസ്ത്രഭൂഷാഭി പൂജാന്തേ തം ച സംസ്തവേത്. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതൽ കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. ഭാഗവതം എന്ന് പേരുള്ള ഈ ഗ്രന്ഥം പ്രത്യക്ഷ സ്വരൂപനായിട്ടുള്ള ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഭഗവാനെ, എന്നെ രക്ഷിക്കുന്നതായിട്ടുള്ള നാഥനായിട്ടുള്ള, അച്ഛനായിട്ടുള്ള, ഭർത്താവാം സഹോദരനാവാം, ഒക്കെ രക്ഷകസ്ഥാനത്തുണ്ട്. അങ്ങനെയുള്ള നാഥ, ഈ സംസാരത്തിൽ നിന്നും രക്ഷപ്പെടുത്താം, ഭവാർണവത്തിൽ നിന്നും രക്ഷപ്പെടുത്താം, ഇനിയൊരു ശരീരം വേണ്ടാത്ത രീതിയിൽ മുക്തി തരാം ഞാൻ ആഗ്രഹിക്കണു. അതിന് ഞാൻ അങ്ങയെ ആശ്രയിക്കണു. ഈ ഒരു അനുഗ്രഹത്തെ കിട്ടാൻ വേണ്ടിയിട്ട് ഭാഗവതമാകുന്ന ഗ്രന്ഥം, ഭാഗവതമാകുന്ന ശ്രീകൃഷ്ണനെ ഞാനിതാ നമസ്കരിക്കുന്നു. ഭഗവാനെ, ത്രിമൂർത്തികൾക്കും നാഥനായിട്ടുള്ള, ബ്രഹ്മാണ്ട അധിപതിയാണ്, ബ്രഹ്മവുമാണ്. ആ ബ്രഹ്മത്തിലേക്ക് എത്താൻ വേണ്ട ജ്ഞാനത്തെ തരുന്ന ജ്ഞാനസ്വരൂപനാണ്. അങ്ങയുടെ ദാസനാണ് ഞാൻ. സത്വരജസ്തമോ ഗുണങ്ങളെ മറികടക്കാനും ജീവാത്മാ പരമാത്മാ എന്ന ആ രണ്ട്, ഇപ്പോൾ 3, 2 ത്രിത്വം ദ്വിത്വം, അത് കടന്നാലേ നമുക്ക് ഏകത്വത്തിലേക്ക് എത്താൻ പറ്റും. അതിനു വേണ്ടി ഞാൻ അങ്ങയുടെ ദാസനായിട്ട് സദാസമയത്തും മനസാ വചസാ കർമ്മണ പ്രവൃത്തികൾ ചെയ്യുന്നു. പ്രവൃത്തികൾ നിവൃത്തി മാർഗമാക്കിയിട്ട് തരണം, ദാസനാക്കി തരണം. ഈ മനോരഥത്തെ വിഘ്നം കൂടാതെ കണ്ട് എനിക്ക് പ്രവർത്തിക്കാൻ, നിവൃത്തി മാർഗമായിട്ട് പ്രവർത്തിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. ഇങ്ങനെ ഭാഗവതം പാരായണം ചെയ്യുകയോ പറയുകയോ അത് കേൾക്കുകയോ ചെയ്യുമ്പോൾ അതിൽ വിഘ്നം ഉണ്ടാവരുത്. അതിനു വേണ്ടി എന്നെ അനുഗ്രഹിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈ ആചാര്യൻ കൂട്ടപ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുമ്പോൾ അത് ചൊല്ലി, നമുക്കതിൻ്റെ മുഴുവൻ അർത്ഥമൊക്കെ മനസ്സിലായിട്ടാണോ ഉണ്ടാവുക? ആവില്ല. ചൊല്ലും, അർത്ഥം മനസ്സിലാവില്ല, പോട്ടെ. സ്ഥിരമായിട്ട് ചെല്ലാത്തത് കൊണ്ട് അക്ഷരങ്ങളും ചിലപ്പോൾ കിട്ടായിക വരാറുണ്ട്. സംസ്കൃതം ചൊല്ലി ശീലമില്ല, അതേപോലെ തന്നെ അക്ഷരം കൃത്യമായിട്ട് ചെല്ലാനും പറ്റാറില്ല. അപ്പോൾ ആചാര്യൻ എന്താണോ പറയുന്നത് അത് നല്ലോണം കേൾക്കുക. കേട്ടാൽ തന്നെ നമുക്കതിനൊരു ഫലമുണ്ട്. അങ്ങനെ കേട്ട് അത് ചൊല്ലി വക്താവിന് ധാരാളമായിട്ട് ദക്ഷിണാദികൾ കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, അലങ്കരിക്കാൻ വേണ്ടതായിട്ടുള്ള ആഭരണങ്ങളെ കൊടുക്കുക. ആചാര്യൻ്റെ ആവശ്യങ്ങൾ എന്താണോ അത് അറിഞ്ഞ് നിറവേറ്റുക. ഇപ്പോൾ പണ്ടൊക്കെ പച്ചക്കറിയും പലചരക്കും പഴവും പഞ്ചാരയും അങ്ങനെയല്ലേ ഒക്കെ കൊടുത്തായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആചാര്യന് വേണ്ടിയിട്ട്, ആചാര്യൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് ഭക്തന്മാർ കൊടുത്തായിരുന്നു എന്ന കൂട്ടത്തിൽ ഇന്നിപ്പോൾ അതിനെല്ലാം കൂടിയിട്ട് പൈസയാണ് കൊടുക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആഭരണങ്ങൾ, ഈ മാല കൊടുക്കുക, വള കൊടുക്കുക, മോതിരം കൊടുക്കുക, ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു അത്രേ.
ഏതായാലും അതൊന്നും ഇപ്പം ഇന്ന് കൂട്ടിയാൽ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ആചാരന് ദക്ഷിണ കൊടുത്തിട്ടാണ് അത് കേൾക്കാനിരിക്കാവൂ. സാധാരണ ഈ പുസ്തകം പൂജിക്കുക എന്ന ആ ചടങ്ങ് ഈ കൂട്ടപ്രാർത്ഥനയ്ക്ക് എല്ലാവരെ കൊണ്ടും പൂക്കളെ അർച്ചിപ്പിക്കുക ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുശേഷം ആ അർച്ചിച്ചതായിട്ടുള്ള പൂക്കൾ സ്വീകരിച്ച ഭഗവാനെ ആരതി ഒഴിഞ്ഞ് സന്തോഷിപ്പിച്ച് പ്രസാദമായിട്ട് കിട്ടുന്ന പൂവ് ഈ ഗ്രന്ഥത്തോട് കൂടിയിട്ട് കൊടുക്കുകയാണ് പതിവ്. അങ്ങനെ ആ ഗ്രന്ഥത്തെ നോക്കിയിരിക്കുക ആചാര്യൻ വായിക്കുമ്പോൾ. അപ്പോൾ ഈ ഗ്രന്ഥം വാങ്ങുന്ന സമയത്ത് ആചാര്യന് ദക്ഷിണ കൊടുക്കുക. ഇപ്പോൾ അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന പൈസയാണ് ആരെടുക്കണത്? കമ്മിറ്റിക്കാരെടുക്കണത്. അപ്പോൾ എത്ര ബുദ്ധിശൂന്യതയാണ് അവർ ചെയ്യണത്. അത് പറഞ്ഞു കൊടുത്ത ആചാര്യന്മാരേക്ക് അറിയാം. ഇങ്ങനെ അതൊന്നും ആദ്യത്തെ പൈസ ഒന്നും വേണ്ടാക്കുന്ന എടുത്തോളെ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ആൾക്കാരെയൊക്കെ എനിക്കറിയാം. കുറേ ആൾക്കാരെ അറിയാമെന്ന്, എല്ലാവരെയും അറിയാമെന്നല്ല, ചിലവരെ അറിയാം. അപ്പോൾ ഇത് ആചാര്യന് അവകാശപ്പെട്ടതാണ്. ആചാര്യൻ അത് എങ്ങനെ ചിലവാക്കണമെന്നുള്ളത് ആചാര്യൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടല്ല. വെച്ചാൽ ആചാര്യൻ കുടുങ്ങി, അത്രയേ ഉള്ളൂ. നമ്മൾ പൈസ ചിലവാക്കുന്നത് ധൂർത്തടിക്കാനാണെങ്കിൽ, ചീത്ത വഴിക്കാണ് ചിലവാക്കുന്നത് എങ്കിൽ നമ്മൾ അധപ്പതിക്കും. വെറുതെ അധപ്പതിക്കല്ല, കുലം മുഴുവൻ പോയി കിട്ടും. അപ്പോൾ നല്ലോണം മനസ്സിരുത്തിയിട്ടേ അറിയുന്ന ഒരു ആചാര്യൻ അത് എടുക്കുള്ളൂ. പക്ഷെ അത് തിരിച്ച് മറ്റൊരു ദിക്കിലേക്ക് കൊടുക്കണ്ട. അതിങ്ങനെയല്ല കൊടുക്കുക. അതിന് കൊടുക്കുന്ന സംവിധാനങ്ങൾ വേറെയാണ്. അതുപോട്ടെ, പറഞ്ഞു വന്നത് കാര്യം ഇത്രയേ ഉള്ളൂ. ദക്ഷിണ കൊടുത്തിട്ടാണ് വായിക്കുന്നത് കേൾക്കാൻ ഇരിക്കാവൂ. ഇപ്പം നിങ്ങൾക്ക് അതിലാകെ ചെയ്യാവുന്നത് കൊടുക്കുന്ന പൈസ ചുരുക്കാം. 1000 ഉറുപ്പ്യ കൊടുക്കാനിരിക്കുന്നവർക്ക് 1 ഉറുപ്പ്യ ഒരു നാണയം ഇട്ടാൽ മതി. കുറയ്ക്കണോണ്ട് വിരോധമില്ല. അതിന് ആചാരനൊന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ശ്രോതാക്കൾക്കും അതിന് ദോഷമൊന്നും വരില്ല. കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. ശ്രീമദ് ഭാഗവത ആഖ്യ അയം. അപ്പോൾ ശ്രീമദ് ഭാഗവതം എന്ന് പ്രശസ്തിയുള്ളതായിട്ടുള്ള ഈ ഗ്രന്ഥം പ്രത്യക്ഷ പ്രതി അക്ഷം പ്രത്യക്ഷം, ഓരോ നേത്രങ്ങൾക്ക് മുന്നിലും കൃഷ്ണൻ തന്നെയാണ്. ഏവ ഉറപ്പിച്ചു, ഹി സംശയമില്ലാത്ത രീതിയിൽ, ഏവ ഹി 2 വാക്ക, രണ്ടും ഉറപ്പിക്കുന്ന ഒരു ഭാവമാണ് വരിക. അതുതന്നെയാണ്. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇത് ശ്രീകൃഷ്ണനെ ഉദ്ദേശിച്ചാണ്. ഭാഗവതത്തെ ശ്രീകൃഷ്ണൻ എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ വേണം എന്ന് ഏവഹി. അതാണ് ശ്രീമദ് ഭാഗവത ആഖ്യ അയം പ്രത്യക്ഷ ഏവ ഹി. ആരാണത്? കൃഷ്ണനാണ്. സ്വീകൃത അസി, സ്വീകരിക്കുക തന്നെ വേണം. മയാ നാഥ, എന്നാൽ, അല്ലയോ ഭഗവാനെ. മുക്തി അർത്ഥം ഭവസാഗരെ, മുക്തിക്ക് വേണ്ടിയിട്ട്, അർത്ഥം ഇന്നത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാരം. അപ്പോൾ മുക്തിക്ക് വേണ്ടിയിട്ട്, മുക്തി അർത്ഥം ഭവസാഗരെ, ഈ സംസാരസാഗരം, ഭവാടവി, അത് കടക്കാൻ വേണ്ടിയിട്ട്, ജനിക്കുക മരിക്കുക എന്നുള്ളത് കടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഉപാസന ചെയ്യുന്നു, ഭാഗവതത്തെ ഉപാസന ചെയ്യുന്നു. അപ്പോൾ ഇത് എല്ലാ ദിവസവും നമ്മൾ ഈ 4 ശ്ലോകത്തെ ചൊല്ലിയിട്ട് വേണം. ഇപ്പോൾ ഒരു അധ്യായമൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാനായിട്ട്. അതേപോലെ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇനി കൂടുതൽ ഒരു സ്കന്ധമൊക്കെ വായിക്കേണ്ടതെന്ന് കൂട്ടുക. അപ്പോൾ കുറച്ചും കൂടിയും ശ്ലോകങ്ങളുടെ കൂട്ടിച്ചേർക്കലുകളാവാം. ഒടുക്കത്തെയുണ്ട്, വാണി ഗുണാനിയുണ്ട്, പലതുമുണ്ട് കൂട്ടിച്ചേർക്കാനുള്ള. സുഖസാരസ്വതമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 4 ശ്ലോകം പഠിച്ചു വയ്ക്കുക. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്തിയർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം. മനോരഥം, എൻ്റെ മനസ്സിൻ്റെ രഥം എന്ന് പറഞ്ഞാൽ എന്താ? യാത്രയാണ്. മനസ്സ് ചിന്തയിലൂടെ സഞ്ചരിക്കുകയാണ്.
ആ മനോരഥം എന്താണോ, മനസ്സിൻ്റെ ആഗ്രഹം എന്താണോ, അതാണ് ആഗ്രഹത്തിലേക്കാണ് മനസ്സ് സഞ്ചരിക്കുക. ചിന്ത എന്നുള്ളത് മനസ്സിൻ്റെ ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തിലേക്കാണ് മനസ്സ് ഈ ചിന്ത എത്തിക്കുക. ചിന്ത കാട് കയറുക, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെ കൊല്ലേണ്ടത്. ബാലിയെ പോലെ ഒളിയമ്പെടുത്ത് കൊല്ലണം എന്നുള്ളതാണ്. അപ്പോൾ മനോരഥം എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തെ കാട് കയറുന്നുണ്ട് എങ്കിൽ അപ്പോൾ ഒളിയമ്പ് ചെയ്തുകൊണ്ട് കൊല്ലണം. അല്ലെങ്കിൽ നമ്മൾ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാവും, ഒന്നും നടക്കില്ല, അന്നത്തെ ആഹാരവും കിട്ടില്ല. അപ്പോൾ മനോരഥം എന്താണ്, അത് വളരെയധികം ചിന്തിക്കണം. എന്താ ഇവിടെ മനോരഥം? മദീയഹ അയം, ഞാനിപ്പോൾ എന്നാൽ ചെയ്യപ്പെടുന്ന ഇത് സഫല. എന്താ ഇവിടെ ചെയ്യുന്നത്? ഭാഗവതം പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ്. അവർ പാരായണം ചെയ്യുകയാണ്, അതിനെ പറയുകയാണ്. അയം സഫലഹ. സഫല എന്ന് പറയരുത്, സഫല എന്നാണ്. ഫലം ആണ്. ഫ എന്നുള്ളത് തെറ്റായ ഉച്ചാരണ. അത് നമ്മുടെ ഭാഷയിൽ സംസ്കൃതത്തിലായാലും ഇല്ല, മലയാളത്തിലായാലും ഇല്ല. പലരും ഉച്ചരിക്കുന്ന കേൾക്കാം ഫലം എന്ന് പറയും. അങ്ങനെ പറയരുത്, അത് തെറ്റാ. അക്ഷരങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ചില പ ഫ ബ ഭ മ എന്നാണ്. പ ഫ ബ ഭ മ എന്നല്ല, ചുണ്ടുകൂട്ടി പറയേണ്ട അതാണ്. അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. 5 പകാരങ്ങൾ നമ്മളെ വിഴുങ്ങും. പകാരം പാപപുണ്യം, ഭകാരം ഫലം, ബകാരം ബന്ധം, സംഘം, നമ്മൾ സന്ധുബന്ധുക്കളായിട്ടുള്ള സംഘം, സൽസംഘം, ഗുരുക്കന്മാരായിട്ടുള്ള സംഘം, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന സംഘം. അത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലത്, ചീത്തയാണെന്ന് വെച്ചാൽ ചീത്ത. ബകാരോ ബന്ധ. ഇനി ഭകാരം ഭയം ആണ്. ഭയം എന്നുള്ളത് അടുത്ത നിമിഷം എന്താ പറ്റുക അറിയില്ല, 2 എന്ന് തോന്നിയാൽ ഭയമായി. മകാരം മൃത്യു, മരണമാണ്. ഈ 5 അക്ഷരങ്ങൾക്കും പവർഗം എന്നാ പറയുക. ഈ പവർഗത്തിന് അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഫകാരം എന്നുള്ളത് വരുന്നേ ഇല്ല. അങ്ങനെ പറയരുത്, തെറ്റാണ്. ചുണ്ട് കൂട്ടി പറയണം. അത് അറിയാത്തവരാണ് അങ്ങനെ പറയുന്നത്. നമ്മളതിനെ അനുകരിക്കുമ്പോൾ നമ്മൾ വിഡ്ഢികളാവുക. അവർക്കും അറിയില്ല. നമുക്ക് ഈ പ്രമാണം ഇവിടെ ഉണ്ടായിട്ട് നമുക്കത് അറിയണില്ല, ആരും പറഞ്ഞുതരാനില്ല. എന്താ ചെയ്യാം? അപ്പോൾ ആചാര്യനിൽ നിന്ന് കേൾക്കാൻ ഒരു മനസ്സ് വയ്ക്കണം. പല അമ്പലങ്ങളിലും കാണാം, വരും, അങ്ങോട്ട് തൊഴും, അവരുടെ കാര്യങ്ങൾ നടക്കും, അങ്ങോട്ട് പോവും. യജ്ഞം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആ യജ്ഞത്തിൻ്റെ വേദിയിരിക്കുന്ന തൊഴാതെ കണ്ട് പോകുന്നവർ കൂടിയുണ്ട്. ഇത് ഈ മുൻവിധിയാണ്. ആചാര്യൻ അവിടെ എന്തൊക്കെയോ കാപട്യം കാണിച്ചുകൊണ്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു കാപട്യക്കാരനാണ് എന്നുള്ള മുൻവിധിയാണ് ഈ വരുന്നവർ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ കണ്ട് നേരിട്ട് ഭഗവാനെയോ ഭഗവതിയോ തൊഴുത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാവും, ചില വഴിപാടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നടത്തുകയും ചെയ്യും. അതൊക്കെ കഴിഞ്ഞാൽ പോവുകയും ചെയ്യും, കുറേ വർത്തമാനവും പറയും. ഇത്രയും വലിയൊരു അബദ്ധം വേറെയില്ല. ഏതൊരു അമ്പലത്തിലായാലും പുരാണത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവിടെ അഭിവൃദ്ധിയാണ്. സപ്താഹ യജ്ഞാദികൾ, നാമം ജപാദികൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ അഭിവൃദ്ധി ഉണ്ടാവും. മറ്റത് മാത്രം ചെയ്യുന്ന അമ്പലങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവില്ല. അതതിൻ്റെ ഒരു നിയമമാണ്. അതാണ് പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഏത് പുരാണം വായിച്ചാലോ, രാമായണം വായിച്ചോളൂ, ഭാഗവതം വായിച്ചോളൂ. ഭക്തി ഗ്രന്ഥങ്ങൾ 2 ഉള്ളൂ, ഭാഗവതവും രാമായണവും. ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അങ്ങനെ തന്നെയാണ്. അത് പ്രമാണമാണ്. ഭക്തി ഗ്രന്ഥങ്ങൾ 2 ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചേരുവകൾ ഉണ്ട്. ഭാഗവതം വായിച്ചാൽ വിദ്വേഷം ഉണ്ടാവില്ല, വൈരാഗ്യം ഉണ്ടാവുള്ളൂ. രാമായണം വായിച്ചാൽ വിദ്വേഷം ഉണ്ടാവില്ല, വൈരാഗ്യം ഉണ്ടാവുള്ളൂ. കീഴ്പ്പിട ചെയ്യുക. നമ്മൾ വിനയത്തോട് കൂടിയിട്ട് കീഴ്പ്പെടുകയാണ് ചെയ്യുക രാമായണം വായിക്കുമ്പോൾ. മറ്റ് ഗ്രന്ഥങ്ങൾ രജോ ഗുണത്തെ ഉണ്ടാക്കും. വെറുതെ പറയല്ല കേട്ടോ, പ്രമാണമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ മനോരഥം ഞാൻ എന്നാൽ ഇപ്പോൾ ചെയ്യുന്നത് മദീയ അയം സഫലമാക്കണം. അതെങ്ങനെ? സർവഥാ ത്വയ, എല്ലാ അർത്ഥത്തിലും. സർവഥ 2 സർവഥ എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും. സർവദ എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും.
സർവ്വത എന്നുള്ളത് അത് ഈ സർവ്വത എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. എല്ലായ്പ്പോഴും കാലം, സർവ്വത എന്നുള്ളതിൽ ഈ കാലം ഒരു ചെറിയ അംശ. എല്ലാ അർത്ഥത്തിലും എല്ലാ തരത്തിലും അത് കാലമായാലും വേണ്ടില്ല, ദേശമായാലും വേണ്ടില്ല, ആചാരനായാലും വേണ്ടില്ല, ശ്രോതാക്കളായാലും വേണ്ടില്ല, അമ്പലമായാലും വേണ്ടില്ല, വീടായാലും വേണ്ടില്ല, സർവ്വത. നമ്മൾ വെറുതെ നടന്നു പോവുകയാണ്, ബസ്സിൽ പോവുകയാണ്, ആ സമയത്തൊക്കെ ഇത് സ്മരിക്കുന്നുണ്ടെങ്കിൽ, ഭഗവത് സ്മൃതി ഉണ്ടെങ്കിൽ സർവ്വത. അപ്പോൾ ത്വയ ഭഗവാനാൽ ഈ ഞാൻ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തിയുടെ സത്ഫലത്തെ എനിക്ക് തരുമാറാകണം. അതിന് നിർവിഘ്നേന ഏവ, ഒരു തരത്തിലും വിഘ്നം വരാതെ കണ്ടു തന്നെ, ഉറപ്പിക്കുകയാണ്, നിർവിഘ്നേന ഏവ, വിഘ്നങ്ങൾ വരാതെ കണ്ട്, കർത്തവ്യ, കർത്തവ്യമായിട്ട് ചെയ്യാൻ സാധിക്കണം, കടമയായിട്ട് കർത്തവ്യമായിട്ട് ചെയ്യാൻ സാധിക്കണം. ആർക്കാനും വേണ്ടിയിട്ടുള്ള പ്രവൃത്തി ആവരുത്, കൂലിക്ക് ചെയ്യുന്ന പോലെ ആവരുത്, സമർപ്പിച്ച് ചെയ്യണം. ഡെഡിക്കേഷൻ എന്നുള്ള വാക്കൊക്കെ ശരിയാ, പക്ഷേ അതല്ലാതെ കണ്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് കർത്തവ്യം. ഊണ് കഴിക്കൽ കർത്തവ്യമാണ്. വയറിന് വേണ്ടതേ ചെലുത്താവൂ, വേണ്ടത് വേണ്ടപ്പോൾ പ്രസാദമായിട്ട് കൊടുത്തതിൻ്റെ ബാക്കി ഇങ്ങനെയൊക്കെ വേണം. അപ്പോൾ ഊണടക്കം നമ്മൾ കൊടുത്തിട്ടേ ചെയ്യാവൂ. കർത്തവ്യം. ദാസഹ അഹം, ഞാൻ ഭഗവാന്റെ ദാസനാണ്. തവ കേശവ, കേശവ എന്നുള്ളത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ മൂർത്തിമത് ഭാവമാണ് കേശവ എന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്രത്യക്ഷനായിട്ടുള്ള കൃഷ്ണൻ ഈശ്വരഭാവത്തിലിരിക്കുന്നു. ത്രിമൂർത്തികൾക്ക് നാഥനായിട്ടുള്ള ഭഗവാനോട് പറയാണ്, ഇത് എന്നിലെ ഈ ന്യൂനങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ ഭഗവാനെ ഞാനിത് ആശ്രയിക്കുന്നു. ഈ ഉപാസന കൊണ്ട് ഇത് അങ്ങ് സ്വീകരിക്കണം, എനിക്ക് മുക്തി തരണം. ജനിക്കുക മരിക്കുക എന്നുള്ള മുക്തി ഒന്ന്, ഈ സംഘദോഷാദികൾ കൊണ്ടുവരുന്നതായിട്ടുള്ള മുക്തി, അതിൽ നിന്ന് മുക്തി വേണം. സംഘദോഷാദികൾ നമ്മളെ ബാധിക്കാതിരിക്കാനുള്ള മുക്തി വേണം. ഇങ്ങനെ ആവശ്യത്തെ പറഞ്ഞു. മനോരഥ മദീയ അയം സഫല സർവഥാ ത്വയ, ഞാൻ ചെയ്യുന്നതായിട്ടുള്ള ഈ പ്രവൃത്തികൾ മുഴുവൻ എനിക്ക് ഫലവത്തായിട്ട് തീരണം, അതിന് തടസ്സമുണ്ടാവരുത്, കർത്തവ്യമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കണം, ഞാൻ അങ്ങയുടെ ദാസനല്ലേ. ഏവം ദീനവച, ഇങ്ങനെ ദൈന്യത്തോടു കൂടിയിട്ട്, ദൈന്യഭാവത്തോടു കൂടിയിട്ട് പറയുന്ന വാക്ക്. പ്രോക്തുവ, നന്നായിട്ട് തന്നെ പറയണം. പ്രകർഷേണ ഉക്കുതുവ, ഇത് ആരാ ചൊല്ലിത്തരാ? വക്താരം, വക്താവാണ് ചൊല്ലിത്തരാ. അപ്പോൾ ആ വക്താരം, ഇത് ആരാണോ ഇങ്ങനെ പറഞ്ഞു തരുന്നത് അത് ഏറ്റു ചൊല്ലുന്നത്. പ്രോക്ത്വ വക്താരം ച അധ പൂജയേത്, ഇപ്പോൾ ഭഗവാനെ പൂജിക്കണം. ഈ പറഞ്ഞു തരുന്നതായിട്ടുള്ള വക്താരം ആചാര്യനെയും പൂജിക്കണം. പ്രോക്ത്വ, ഇങ്ങനെ പറഞ്ഞു തരുന്നതായിട്ടുള്ള അത് നമ്മൾ ദീനവചനായിട്ടാണ് അത് കേൾക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് പറഞ്ഞു തരുന്ന പ്രോക്ത വക്താരം, ആ വക്താവിനെയും ച അധ പൂജയേത്, ആ സമയത്ത് പൂജിക്കണം. സംഭൂഷ്യ വസ്ത്രഭൂഷാഭി, വസ്ത്രങ്ങൾ ആഭരണങ്ങൾ നൽകിക്കൊണ്ട് അലങ്കരിക്കണം. സംഭൂഷ്യ, നന്നായിട്ട് അലങ്കരിക്കണം. അപ്പോൾ എങ്ങനെയാ ആചാര്യനെ എങ്ങനെയാ അലങ്കരിക്കുക? നമ്മളായിട്ട് ചെന്നിട്ട് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് മറ്റേ സ്വർണ്ണമാലയൊക്കെ ഇടിയിച്ച് കിരീടമൊക്കെ വെച്ച് അതൊന്നും നമ്മൾ പതിവില്ല. സമർപ്പിക്കുക, ആചാര്യൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. സംഭൂഷ്യ, എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? വസ്ത്രഭൂഷാഭി, വസ്ത്രവും ആഭരണവും ഒക്കെയാണ് കൊടുക്കേണ്ടത്. എന്നിട്ടോ പൂജാന്തേ, ഈ പൂജ അതിൻ്റെ അവസാനത്തിൽ തം ച സംസ്തവേത്, അദ്ദേഹത്തിനെയും നന്നായിട്ട് സ്തുതിക്കണം, ആചാര്യനെയും സ്തുതിക്കണം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരുവിനെ നമ്മൾ ആരാധിക്കണം, ഗുരുവായിട്ടാണ്. ഇപ്പോൾ സംഭൂഷ്യ വസ്ത്രഭൂഷാഭി, ആ ആചാര്യന് വേണ്ടത് എന്താണോ അത് കൊടുത്തതിൻ്റെ ശേഷം വസ്ത്രമായാലും ആഭരണമായാലും ധനമായാലും എന്താ വേണ്ടത് അതൊക്കെ കൊടുക്കുക. കൊടുത്തിട്ട്
പൂജാന്തേ, പൂജയുടെ അതൊരു പൂജയാണ്, പ്രദക്ഷിണ നമസ്കാരാദികളൊക്കെ പൂജയാണ്. ആ സമയത്ത് ചൊല്ലണം. എന്താ ചൊല്ലേണ്ടത്? സ്തം ച സംസ്തവേത്, സ്തുതിയാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ആചാര്യനെ നമുക്ക് അറിയാവുന്ന രീതിയിൽ ആചാര്യൻ ചെയ്ത പ്രവൃത്തികൾ അത് വളരെ ശ്ലാഘനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കാം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്തിയർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫല സർവധാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ഏവം ദീനവചഃ പ്രോക്ത്വാ വക്താരം ചാഥ പൂജയേത് സംഭൂഷ്യ വസ്ത്രഭൂഷാഭി പൂജാന്തേ തം ച സംസ്തവേത്. ശുകരൂപപ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതൽകഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. ശുകരൂപ, ശ്രീശുക ബ്രഹ്മർഷിയാണല്ലോ ഭാഗവതം ആദ്യം പരീക്ഷത്തിന് യജ്ഞമായിട്ട് 7 ദിവസം കൊണ്ട് പറഞ്ഞു കൊടുത്തത്. എഴുതിയതായിട്ട് വ്യാസന് ധൈര്യമുണ്ടായില്ല, കാരണം അതായിട്ട് മാറാൻ സാധിച്ചില്ല. പക്ഷേ ശ്രീശുക ബ്രഹ്മർഷി ഭാഗവതനായിട്ട് കൃഷ്ണനായിട്ട് മാറി, ഗുരുവായിട്ട് മാറി. ശുകരൂപൻ, ശ്രീശുക ബ്രഹ്മർഷിയുടെ രൂപത്തിലാണല്ലോ ഇപ്പോൾ ആചാര്യൻ ഇരിക്കുന്നത്. അപ്പോൾ ആചാര്യനെ അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ആചാര്യനെ ബഹുമാനിക്കുക. ആചാര്യൻ പക്ഷേ ഞാൻ ശുകനാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം 1000 അകലെ 1000 അത്രയും അകലെ നിൽക്കാനേ ഇന്നത്തെ ആചാര്യന്മാർക്ക് അർഹതയുള്ളൂ. ഒരു ശ്ലോകം പോലും കൃത്യമായിട്ട് പറയാൻ അറിയില്ല. അപ്പോൾ അത് മഹാപണ്ഡിതന്മാർ പറയണ കേട്ടിട്ടുണ്ട ഞാൻ. ഭാഗവതം മുഴുവൻ പറയുക അത്ര എളുപ്പമല്ല കേട്ടോ. എത്ര പണ്ഡിതണ്ടായാലും പൂർണ്ണാവില്ല. എന്തെങ്കിലും ഒരു തവണ വായിക്കുമ്പോൾ എന്ത് കിട്ടിയോ അതിൻ്റെ അടുത്ത തവണ വായിക്കുമ്പോൾ വേറൊന്ന് കിട്ടുന്ന ശ്ലോകമൊക്കെ ഒന്ന് തന്നെയാണ് വായിക്കണത്. നമ്മളതിൻ്റെ മുഴുവൻ അർത്ഥവും വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു പരിണത ഫലമായിട്ടുള്ളൊരർത്ഥം, ഗൂഢം, വ്യംഗ്യം, ശ്ലേഷം, മർമ്മം, ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മളറിയാത്തൊരർത്ഥം അതിൽ ഒളിഞ്ഞിരിക്കുന്നത് ഈ ഭഗവാൻ നമ്മിൽ നിന്ന് അതിങ്ങനെ കൊണ്ടുവരും. ഒരു ഇൻഡ്യൂഷൻ, ഒരു ബോധം അതിൽ നിന്ന് കൊണ്ടുവരും. അപ്പോൾ ശുകരൂപൻ ആവണമെങ്കിൽ ഇത് മുഴുവൻ ഉണ്ടാവണം. അത് ഋഷിത്വമാണ്. ആ ഋഷി ആവണ്ടേ. ശ്രീശുക ബ്രഹ്മർഷി ശ്രീശുക ബ്രഹ്മ ഋഷിയാണ്, ബ്രഹ്മർഷിയാണ്. ബ്രഹ്മർഷി എന്ന് പറഞ്ഞാൽ മാക്സിമത്തിലാണ്. ശ്രീശുക ബ്രഹ്മർഷിയുടെ എത്രയോ താഴെയാണ് ഈ വസിഷ്ഠ മഹർഷി. അത് ബ്രഹ്മർഷിയാണ് വസിഷ്ഠൻ, മാക്സിമത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ എത്രയോ മീതിയാണ് ശ്രീശുക ബ്രഹ്മർഷി. ഒറ്റ ഗ്രന്ഥേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വ്യത്യാസമുണ്ട്. പ്രബോധജ്ഞ, ബോധത്തെ തരുന്നതായിട്ടുള്ള, ബോധിപ്പിക്കുന്നതായിട്ടുള്ള, പ്രകർഷേണ ബോധത്തെ എങ്ങനെ ജ്ഞാനമായിട്ട് തരുന്ന, അതാണ് പ്രബോധജ്ഞ. ജ്ഞാനമായിട്ട് ഈ ജീവൻ്റെ സഹായിയായിട്ടുള്ള, ജീവൻ്റെ സഹായിയാണ് ശരിക്കും മനസ്സേ. പക്ഷേ ഇന്ന് ജീവൻ്റെ സഹായിയല്ല, ജീവൻ്റെ ശത്രുവാണ്. കാരണം മറ്റൊക്കെയാണല്ലോ സ്വീകരിക്കുന്നത്. അപ്പോൾ ജീവൻ്റെ ശത്രു ഭാവത്തിലല്ലാതെ കണ്ട് മിത്രമായിട്ട് ബോധത്തെ ജ്ഞാനസ്വരൂപത്തിൽ പ്രകർഷേണ അങ്ങനെ തരും, സന്തോഷത്തോടു കൂടിയിട്ട് തരും. പ്രബോധജ്ഞ പിന്നെ നല്ലോണം ബോധിപ്പിക്കുകയും ചെയ്യും. അതായത് കഷ്ടിയല്ലാത്ത പൂർണ്ണ രൂപത്തിൽ ബോധിപ്പിക്കും. ജ്ഞാനം തന്നിട്ട് സർവശാസ്ത്ര വിശാരദ, എല്ലാ ശാസ്ത്രങ്ങളിലും നല്ലോണം പ്രാവീണ്യമുള്ള, അതാണ് സർവശാസ്ത്ര വിശാരദ. അപ്പോൾ ഭാഗവതം മാത്രം എടുത്താൽ പോരാ. എന്നോട് ഈ ഭാഗവതം ഇങ്ങനെ എടുത്ത് വായിക്കുമ്പോൾ, ഞാൻ മറ്റു പുരാണങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഒന്നിൽ ഉറച്ച് നിൽക്കൂ എന്ന്. ഞാൻ ഒന്നിൽ ഉറച്ച് നിന്നുവെങ്കിൽ ഇപ്പം എനിക്ക് എല്ലാ പുസ്തകങ്ങളും എഴുതാൻ പറ്റില്ല. അനവധി ഗ്രന്ഥങ്ങൾ വായിക്കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഇപ്പോഴും എന്താ ഇങ്ങനെയൊക്കെ പറയണത്. മറവി രോഗം ഉണ്ടായതുകൊണ്ട് ഒന്നും എനിക്ക് പറയാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ അനവധി ഗ്രന്ഥങ്ങളെ ആശ്രയിക്കുക എന്നുള്ളത് തുടക്കത്തിൽ വേണ്ടതാ. നമുക്കൊന്നും എനിക്ക് ആചാര്യനാകാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ്, എനിക്ക് ഗുരുവാകാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം അതിൻ്റെ വിധി നിയമങ്ങൾ വളരെ മുകളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സർവശാസ്ത്ര വിശാരദനാവാൻ,
സർവശാസ്ത്രങ്ങളിലെയും ഉള്ള ഒരു അംശത്തെയും നമുക്ക് എടുക്കാൻ സാധിച്ചു എങ്കിൽ, അത് ശാക്തേയമായാലും ശൈവമായാലും വൈഷ്ണവമായാലും എടുക്കാൻ സാധിച്ചു എങ്കിൽ അത് പ്രയോഗിക്കാമല്ലോ ജീവിതത്തിൽ. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് പ്രയോഗിക്കുന്നവരാവണം ആര്? ഈ ആചാര്യനായാലും ഗുരുവായാലും. സർവശാസ്ത്ര വിശാരദനായിട്ടുള്ള ഈ ശ്രീശുക ബ്രഹ്മർഷി എങ്ങനെയാ? അതിൻ്റെ അതീതം ആണ്. ഒരാചാരവും ഇല്ല. അലക്ഷ്യ സഞ്ചാരഗതിയാണ്. ദേഹബോധം വിട്ടയാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശ്രീശുക ബ്രഹ്മർഷി ആചാര്യനായിട്ടിരിക്കുമ്പോൾ ആ ആചാര്യനെ ഈ ആചാര്യനിൽ കാണുമ്പോൾ എത്ര വ്യത്യാസം വന്നു? വളരെ വ്യത്യാസം വന്നു. നമുക്കത് ആചരിക്കാൻ പോലും പറ്റുന്നില്ല. അദ്ദേഹം ആചരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടാണ് ഈ ആചാര്യനെ ഇത് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കാഴ്ചപ്പാട്, ശ്രോതാക്കളുടെ കാഴ്ചപ്പാട് അങ്ങനെ ആവുകയും വേണം. അത് കേൾക്കുമ്പോൾ ഈ ആചാര്യൻ എനിക്ക് അവിടെ ഒന്നും എത്താൻ പറ്റില്ല, 4 അയലത്ത് എത്താൻ പറ്റില്ല. അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ട് കേൾക്കുകയും വേണം. അത് മറ്റൊരർത്ഥത്തിൽ കണക്കാക്കിക്കൊണ്ട് ഇവർ പറയുകയും വേണം. ഏതൽ കഥാപ്രകാശേന, ഏതത് ഇതിൻ്റെ കഥ, ഭാഗവതത്തിൻ്റെ കഥ, പ്രകാശേന പ്രകാശനം ചെയ്യുക. അത് കൊണ്ട്, ഈ പ്രകാശനം ചെയ്യുന്നത് കൊണ്ട്, മത് അജ്ഞാനം വിനാശയ, എൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കൂ. എല്ലാ ഗ്രൂപ്പുകളിലും വായനക്കാരാണ്, കേൾക്കുന്നവരില്ല, കേൾവിക്കാരില്ല. അതുപോലെ വായിക്കാൻ ഒരു വായനയിൽ ചെന്നപ്പോൾ വല്ലാത്തൊരു അത്ഭുതം ഉണ്ടായി. മഹാചാര്യൻ, മഹാപണ്ഡിതൻ, എല്ലാം പറഞ്ഞുതരാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു അധ്യായം വായിക്കാൻ വേണ്ടിയിട്ട് അന്യനാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിരിക്കാം. ഈ ഒരു അധ്യായം വായിക്കണം വെച്ചാൽ 20 മിനിറ്റൊക്കെ വേണം, 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ വേണം. അറിയില്ല, വായിച്ച ശീലമില്ല. വലിയ സദസ്സ്. അപ്പോൾ വലിയ സദസ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ വായിക്കണു. അത് ആരുടെ മുമ്പിൽ? ഈ ആചാര്യൻ്റെ മുമ്പിൽ. അതിന് പൈസ കൊടുക്കണം, എത്രയോ ഷീട്ടാക്കൊക്കെ വേണം. ആചാര്യന് അത്രയും പൈസ കൊടുത്താലേ വായിക്കാൻ സമ്മതിക്കുള്ളൂ. ഇതിൽ നഷ്ടം എന്താ സംഭവിച്ചത്? ഈ മഹാബ്രാഹ്മണൻ്റെ ആ അറിവിനെ പ്രകാശനം ചെയ്യുക എന്നത് തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഫലം ലാഭനഷ്ട. അതായത് നമുക്ക് സംസ്കൃതം വായിക്കാൻ അറിയില്ല, കേൾക്കാൻ പോലും കഷ്ടിച്ചേ അറിയുള്ളൂ. ഞാൻ വായിക്കുകയാണ് പൈസ കൊടുത്തിട്ട്. എത്രയോ ആളുകളുടെ മുമ്പിൽ അതാ ഫോട്ടോയിലൊക്കെ വരും, വീഡിയോയിലൊക്കെ വരും. കാരണം വലിയ ആചാരണ, വലിയ സ്റ്റേജാണ്. അപ്പോൾ നമ്മുടെ അവിടെ എന്ത് സംഭവിച്ചു? ഏതൽ കഥാപ്രകാശേന എന്ന അത് നഷ്ടപ്പെടുത്തി. മത് അജ്ഞാനം, എൻ്റെ അജ്ഞാനം. ഇങ്ങനെയുള്ള അബദ്ധങ്ങളെ വരാതിരിക്കാൻ വിനാശയ, ഈ അജ്ഞാനത്തെ വിനാശയ. ഇനി എല്ലാവരെ കൊണ്ടും വായിപ്പിക്കുന്നു. ഞാൻ വായിപ്പിക്കാറുണ്ട്, പക്ഷെ അത് കുറച്ചേ വായിപ്പിക്കാറുള്ളൂ. അത് ഈ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെ കൊണ്ട് വായിപ്പിക്കാറും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണു? അതേപോലെ സമയലാഭത്തിന് സ്പീഡിൽ വായിക്കുന്ന ആളെ കൊണ്ട് വായിപ്പിക്കും. എന്നേക്കാൾ സ്പീഡിൽ വായിക്കുന്ന ഓഡിയൻസ് ഉണ്ട്, അവരെ കൊണ്ട് വായിപ്പിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറയാനുള്ള സമയം കിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് പ്രകാരത്തിലാണോ യജ്ഞത്തിൻ്റെ വിജയം വരിക അത് ചെയ്യിക്കുക തന്നെ വേണം. അത് യജ്ഞത്തിനൊരു പ്രധാന വിഷയം എന്താ? ഏതത് കഥ പ്രകാശേന. സംസ്കൃതം വായിച്ചുകൊണ്ട് മനസ്സിലാവില്ലല്ലോ, മലയാളം വായിക്കുമ്പോൾ പോലും മനസ്സിലാവണില്ല. അപ്പോൾ വല്ലാത്ത പ്രശ്നം അത്. അപ്പോൾ ഒന്ന് പറയണം, പറഞ്ഞാലേ ജനങ്ങൾക്ക് അത് കയറുള്ളൂ. ഇനി അതിലും തമാശയുണ്ട്. പറയുമ്പോൾ പറയുന്നത് കേൾക്കാൻ തയ്യാറില്ലാതെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടും വർത്തമാനം പറഞ്ഞിട്ടും പറയാനായിട്ട് തുടങ്ങണ വഴിക്ക് എല്ലാ ഓഡിയൻസും അതെ, എല്ലാ ദിക്കിലും, എല്ലാവരും ചെയ്യണമെന്നല്ല, എല്ലാ ദിക്കിലും ഒരു 4 ആളെങ്കിലും ഇപ്രകാരത്തിലുണ്ടാവും. ആചാര്യൻ പറയാനങ്ങോട്ട് തുടങ്ങുമ്പോൾ ഈ വായനയുടെ നിർത്തിയ സമയത്ത് അതിലൊരു 4 ആളെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എന്തെങ്കിലും പറയാതെ കണ്ട് ഇതുവരെ ഒരു സ്റ്റേജിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ശ്രദ്ധാഭക്തി സമന്വിതം ഇതം ഭാഗവതം ശൃണു എന്നാണ്. വിശ്വാസത്തോടു കൂടിയിട്ട്, ഭക്തിയോട് കൂടിയിട്ട് ഈ ഭാഗവതത്തെ കേൾക്കൂ എന്നാണ്. അപ്പോൾ അവിടെ കഥ പ്രകാശേന, ആ ന്യായത്തെ അവിടെ നഷ്ടപ്പെടുത്തി. ആചാര്യൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയോ? അയാളെ നിയന്ത്രിക്കണമെന്ന് തോന്നിയോ?
ഭാഗവതത്തിലുള്ള ശ്രദ്ധ പോയോ? ഇത് പറഞ്ഞാലും മനസ്സിലാവൂല. ഞങ്ങൾ ആ കാര്യം അത് നടക്കാൻ വേണ്ടിയിട്ടാണെന്നേ എന്ന് ന്യായവും പറയും. ആചാര്യൻ നിർത്തിയതിൻ്റെ ശേഷം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ യജ്ഞം എന്നുള്ളത് ഇന്ന് പ്രശ്നമാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള കമ്മിറ്റിക്കാരുടെ ചില ഇൻസ്ട്രക്ഷൻസും ഇന്ന് ലോകത്തിൽ ലൗകികമാണ്. അപ്പോൾ ലോകരീത്യ ആയതുകൊണ്ട് ഇതിനൊക്കെ നമുക്ക് വിധേയനാവേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ യജ്ഞത്തിന് പൂർണ്ണത ലഭിക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഭാഗവതം നടന്നിട്ടും അവിടെ എന്ത് സംഭവിക്കാത്ത, പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടാതെ. ഭാഗവതത്തിന് ഫലമില്ലായിട്ടല്ല, അതിൻ്റെ യജ്ഞവിധിക്കനുസരിച്ചാണ് അത് നടക്കുന്നത് എങ്കിൽ സംഭവിച്ചിരിക്കും ഫലം. അതാണ് ഏതത് കഥാപ്രകാശേന. അവിടെ വളരെയധികം വെറുതെ കഥ വായിക്കണു പറയണു എന്നുള്ളതല്ല, അതിന് ലക്ഷ്യം, കമ്മിറ്റ്മെൻറ്റ്, അത് വളരെ പ്രധാനമാണ്. ആചാര്യൻ്റെ ആയാലും ശ്രോതാക്കളുടെ ആയാലും ഈ കമ്മിറ്റിക്കാരുടെ ആയാലും കമ്മിറ്റ്മെൻറ്റ്, ഇത് നടക്കണം. ഇത് നടന്നു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ പോസിറ്റീവ് ഉണ്ട്. അത് എല്ലാവർക്കും ഈ പോസിറ്റീവ് കിട്ടും. ദേവന് കിട്ടും. ദേവന് കിട്ടിയാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ദേവനും കൂടി അത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നാൽ എന്താണോ ചെയ്യേണ്ടത്, ഞാൻ എന്നാൽ ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ വരുന്ന ശ്രോതാക്കളിൽ ഏറ്റവും ആദ്യം വേണ്ടത് സൈലൻസ് ആണ്, നിശബ്ദത. അതായത് ഭഗവാന്റെ നാമം ജപിക്കുന്ന സമയത്ത്, ഭഗവാന്റെ പുരാണം വായിക്കുന്ന സമയത്ത്, ഭഗവാന്റെ കഥകൾ പറയുന്ന സമയത്ത് ഒരാൾ പുറമേ നിന്ന് വരികയാണ്. ഓഡിയൻസ് ഉണ്ട്, ആചാര്യനുണ്ട്, ദേവൻ അവിടെ ഇരിക്കുന്നുണ്ട്, അനവധി പ്രാണിവർഗ്ഗങ്ങളിലോ അല്ലെങ്കിൽ മറ്റതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, വാദ്യരൂപധരന്മാർ, പ്രേതങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഈ പുറമേ നിന്ന് ഒരാൾ വരുമ്പോൾ അയാളുടെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് തൊഴാൻ നിൽക്കും, ഷീട്ടാക്കാൻ നിൽക്കും, മറ്റേ പ്രസാദം വാങ്ങാൻ വേണ്ടി നിൽക്കും, മേശാന്തിയോട് അത് പറയും, ഇത് പറയും. അയാളുടെ കാര്യം നടത്തി പോവുകയാണ്. പക്ഷേ അത് യജ്ഞവേദിയിൽ തടസ്സമായി എങ്കിൽ അതിന് ദോഷമുണ്ട്. അത് പറഞ്ഞാൽ ആലോചിക്കായിട്ട് കാര്യമില്ല. അവിടെ എന്താ വിധി എങ്കിൽ, വരുന്ന വഴിക്ക് ഇത് കണ്ടാൽ ആദ്യം വേണ്ടത് ഞാൻ നിശബ്ദനാവണം എന്നതാണ്. അപ്പോൾ നിശബ്ദനായി അവിടെ വന്നു. ഇത് ഈ ഭാഗവതം പറയുന്ന സമയത്ത് അവിടെ ആദ്യം ഒന്ന് ഇരുന്ന് ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് അവിടെ ഒന്ന് ഇരുന്ന്, ഇരിക്കാൻ സീറ്റിൽ വെച്ചാൽ ഇരിക്കുക, നിൽക്കാനേ സീറ്റിൽ വെച്ചാൽ നിൽക്കുക, തൊഴുക, പ്രാർത്ഥിക്കുക. പിന്നെ വന്ന ഉദ്ദേശം ഭഗവാനെ തൊഴാലാണ്. പോയിക്കോളാം, തൊഴുതോളാം. ഷീട്ടാക്കലാണ്. പറയാതെ കണ്ട് ഷീട്ടാക്കാം, എഴുതി കൊടുത്താൽ മതി. അപ്പോൾ നിശബ്ദതയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് ആചാര്യനും അതെ, ശ്രോതാക്കളിൽ ഏകാഗ്രത കൂടിയിടുമ്പോൾ വക്താവിനും ആ ഒരു ഭാവം വരും, പറയലും വരും. ഏതൽ കഥാപ്രകാശേന മതജ്ഞാനം വിനാശയ. എൻ്റെ അജ്ഞാനത്തെ ഇല്ലാണ്ടാക്കൂ. എൻ്റെ എന്നുള്ളത് ആചാര്യൻ്റെ ആയാലും അതെ, ശ്രോതാക്കളുടെ അതെ, കമ്മിറ്റിക്കാരും അതെ, എല്ലാവരുടെയും അജ്ഞാനത്തെ ഇല്ലാണ്ടാക്കണം. ഭഗവാന് മാത്രമേ ജ്ഞാനമുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അജ്ഞാനികളാണ്. അപ്പോൾ ഈ പ്രാർത്ഥന ആചാര്യൻ ചൊല്ലണു, ആചാര്യന് വേണ്ടിയിട്ട് ശ്രോതാക്കൾ ചൊല്ലണു, ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇത് കേൾക്കുന്നു എല്ലാവരും. അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതിനെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. ശുഖരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതൽ കഥാപ്രകാശേന മതജ്ഞാനം വിനാശയാം. ഇപ്പം 4 ശ്ലോകങ്ങൾ, ആ 4 ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലിയിട്ട് നിർത്താം. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം സമുദ്ധര ഭവാർണവാത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മമോഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫല സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഖരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാപ്രകാശേന മതജ്ഞാനം വിനാശയാം. ഈ ഭാഗം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ.